ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. ആപ്പിൾ iOSൽ മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്കിൽ ഇമെയിലിൽ വോയിസ് ഡിക്റ്റേഷൻ, സ്കെഡ്യൂൾ മീറ്റിംഗ്സ് പോലുള്ള ഫീച്ചേഴ്സ് എത്തിയിരിക്കുകയാണ്. ആൻഡ്രോയിഡ് സപ്പോർട്ടും അടുത്തുതന്നെ വരും. കഴിഞ്ഞ ദിവസമുള്ള ഇൻ്റർനെറ്റ് ഔട്ടേജിന് കാരണം സോഫ്റ്റ്വെയറിലെ ബഗ്ഗാണെന്ന് ഫാസ്റ്റ്ലി പറഞ്ഞിരിക്കുകയാണ്. ഒരു കസ്റ്റമർ ഏതോ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്തപ്പോഴാണ് ഇത് ട്രിഗറായത്. ആപ്പിൾ M1 പ്രോസസ്സറിൻ്റെ ഫുൾ പവർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അഡോബ് ലൈറ്റ്റൂം, ഇല്ലുസ്ട്രേറ്റർ, ഇൻഡിസൈൻ പോലുള്ള ആപ്പുകളിൽ പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. മനുഷ്യൻ്റെ കാലിൻ്റെ ഫംഗ്ഷൻ മിമിക് ചെയ്യുന്ന ഹ്യൂമനോയിഡ് MIT റിസർച്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഫ്ലിപ്കാർട്ട് ബിഗ് സേവിംഗ് ഡേ സെയിൽ ജൂൺ 13 സ്റ്റാർട്ട് ചെയ്യും. ഇതിൽ Asus ROG Phone 3, സാംസങ് F12, ഗൂഗിൾ പിക്സൽ 4a, iPhone 11 Pro പോലുള്ള ഫോണുകൾക്ക് ഓഫർ വരുന്നുണ്ട്. ആമസോൺ മൊബൈൽ സേവിംഗ് ഡേയ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ജൂൺ 12 വരെയാണ് സെയില്. ഓപ്പോ F17, റെഡ്മി നോട്ട് 9, റിയൽമി X7, റെഡ്മി 9 പോലുള്ള ഫോണുകൾക്ക് ഓഫർ വരുന്നുണ്ട്. ഷവോമിയുടെ MI മ്യൂസിക് ഫെസ്റ്റിവൽ ജൂൺ 12 മുതൽ 16 വരെ നടക്കും. ഇതിൽ ഓഡിയോ പ്രോഡക്ട്സിന് 50% വരെ ഓഫ് വരും. സാംസങ്ങിൻ്റെ ദി ഫ്രെയിം TV 2021 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 43, 50, 55, 65 ഇഞ്ച് വെർഷൻസ് വരുന്നുണ്ട്. 4K QLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 61,990 രൂപയാണ്. ഗൂഗിൾ പബ്ലിക് യൂട്ടിലിറ്റി കമ്പനിയായി ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൊയ്യോ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ടെക്നോളജി രംഗത്ത് ചൈനയുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് US സെനറ്റ് $190 ബില്യൺ, അതായത് 13.85 ലക്ഷം കോടി രൂപ മാറ്റിവെക്കുന്ന ബില്ല് പാസ് ചെയ്തിരിക്കുകയാണ്. സാംസങ് ജൂൺ 28 MWCൽ ഗാലക്സി വാച്ചിലെ വിയർ OSൻ്റെ ഡീറ്റെയിൽസ് അനൗൺസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ജിയോണി സ്റ്റൈൽ ഫിറ്റ് GS-W7 സ്മാർട്ട് വാച്ച് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 1.3 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. റൗണ്ട് ഡയൽ കൊടുത്തിട്ടുണ്ട്. ഹാർട്ട് റേറ്റ് മോണിറ്റർ, സ്ലീപ്പ് ട്രാക്കിംഗ്, SpO2 മോണിറ്റർ പോലുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ IP67 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 130 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 3,999 രൂപയാണ്. സാംസങ് സ്മാർട്ട് തിങ്സിൽ പുതിയ UI ഡിസൈൻ എത്തിയിരിക്കുകയാണ്. ജിയോയിൽ വാട്സപ്പിൽ 7000770007 എന്ന നമ്പറിലോട്ട് ഹായ് മെസ്സേജ് അയച്ചാൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുമായിട്ട് ചാറ്റ് ചെയ്യാൻ കഴിയും. ഇതുവഴി റീചാർജ് ചെയ്യാം, അതുപോലെ തന്നെ കംപ്ലയിൻസും രജിസ്റ്റർ ചെയ്യാം. KYC വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഫോൺ നമ്പർ ഡിസ്കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു സ്കാം മെസ്സേജ് വരുന്നതായിട്ട് പലരും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നത്തിങ്ങിൻ്റെ പുതിയ 2 പവർ ബാങ്കുകൾ ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നത്തിങ്ങിൻ്റെ ഇയർ 1 TWS കേസ് ബാറ്ററിയും BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. TWS ജൂണിൽ ലോഞ്ച് ചെയ്യുമെന്ന് നത്തിങ് CEO കാൾപൈ കൺഫേം ചെയ്തിട്ടുണ്ട്. 2.5 കോടി വിലമതിക്കുന്ന ഐഫോൺസ്, ലാപ്ടോപ്സ്, PlayStation 5 ഒക്കെ ഡൽഹി കസ്റ്റംസിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് വീട്ടു സാധനങ്ങളാണെന്ന് പറഞ്ഞിട്ട് കടത്താനായിരുന്നു ശ്രമിച്ചിരുന്നത്. ന്യൂർ IPS 2021 നെറ്റാക്ക് ചാലഞ്ചിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് AI റിസർച്ചേഴ്സിന് ഫണ്ട് ചെയ്യുന്നു. ഷവോമി MI TVകൾക്ക് വേണ്ടിയിട്ടുള്ള TV ക്യാമറ ടീസ് ചെയ്തിരിക്കുകയാണ്. ഡിസോ അവരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഇവൻ്റ് ജൂലൈയിൽ നടത്തുമെന്നാണ് റിപ്പോർട്ട്. ഡിസോ റിയൽമിയുടെ സബ് ബ്രാൻഡാണ്. ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ ഹേയ് ഗൂഗിൾ, അതുപോലെ ഓക്കെ ഗൂഗിൾ എന്നീ വാക്കുകളില്ലാതെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഫീച്ചർ വരുന്നു എന്നാണ് റിപ്പോർട്ട്. Exynos 2200 എന്ന പ്രോസസ്സറിൽ ആപ്പിൾ A14 ബയോണിക് ചിപ്പിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഗ്രാഫിക്സ് പെർഫോമൻസ് വരുമെന്നാണ് റിപ്പോർട്ട്. iPhone 13ൻ്റെ ക്യാമറ പാർട്സിൻ്റെ മാസ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ആപ്പിൾ മാക്ബുക്ക് പ്രോസിൻ്റെ ഷിപ്പിംഗ് 3rd ക്വാർട്ടർ മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. iOS 14.5, 14.5.1, 14.6 എന്നീ സോഫ്റ്റ്വെയറുകളിലോട്ട് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പല യൂസേഴ്സും ഐഫോൺസിൻ്റെ പെർഫോമൻസ് കുറഞ്ഞുവെന്നും അതുപോലെ ബാറ്ററി റേഞ്ച് കൂടിയെന്നും കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. ഇതിനെതിരെ ചില യൂസേഴ്സ് ലോസ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുകയാണ്. യൂറോപ്പിൽ ആൻഡ്രോയിഡിൽ ഇനി മുതൽ ഡിഫാൾട്ടായിട്ട് ഏത് സെർച്ച് എഞ്ചിൻ വേണമെന്ന് യൂസേഴ്സിന് സെലക്ട് ചെയ്യാം. ഫെയർ കോമ്പറ്റീഷൻ നൽകാനാണിത്. യൂറോപ്യൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും പ്രഷറും ഉണ്ടായിരുന്നു. റേസർ ആമർഹെഡ് ട്രൂ വയർലെസ് X TWS ഗെയിമിംഗ് ഇയർബഡ്സ് ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ വില വരുന്നത് 69.99 പൗണ്ടാണ്, അതായത് ഏകദേശം 7,200 രൂപ. ഹാർമണി OS സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത ഡിവൈസുകളുടെ എണ്ണം 10 മില്യൺ കടന്നിരിക്കുകയാണ്. ഷവോമി ഓഡിയോ ആൻഡ് വീഡിയോ കോൺഫറൻസ് സ്പീക്കർ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ വില വരുന്നത് 1,999 യുവാനാണ്, അതായത് ഏകദേശം 22,800 രൂപ. ഷവോമിയുടെ MI 11X സീരീസിൻ്റെ ഇന്ത്യയിലെ സെയിൽ 300 കോടി രൂപ കടന്നിരിക്കുകയാണ്. പോക്കോ പോപ്ബഡ്സ് ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ്രോയിഡ് 12 ബീറ്റ 2 അപ്ഡേറ്റ് പിക്സൽ ഡിവൈസുകളിൽ റോൾ ഔട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ പുതിയ പ്രൈവസി ഫീച്ചേഴ്സ് വരുന്നുണ്ട്.
ബാറ്റിൽഫീൽഡ് 2042 ഗെയിം ഇക്കൊല്ലം അവസാനം ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ ഇതിൻ്റെ റിവീൽ ട്രെയിലറും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ആപ്പിൾ M1X മാക്ബുക്ക് പ്രോ ആക്സിഡൻ്റലി കൺഫേം ചെയ്തിരിക്കുകയാണ്. യൂട്യൂബിൽ WWDC കീനോട്ട് വീഡിയോയുടെ ടാഗിൽ ഈ പേര് കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ പുതുതായിട്ട് അനൗൺസ് ചെയ്ത macOS മോണിറ്ററിലെ പല ഫീച്ചേഴ്സും ഇന്റൽ പ്രോസസ്സറുള്ള മാക്ബുക്കിലോട്ട് വരില്ല എന്നാണ് റിപ്പോർട്ട്. കോൾകോം IoT പ്രോഡക്ട്സിന് വേണ്ടിയിട്ടുള്ള പുതിയ AI പ്രോസസ്സറുകൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. വിവോ X60 Pro Plusന്റെ ക്യാമറ DxOMarkന്റെ സ്കോർ പുറത്തു വന്നിരിക്കുകയാണ്. 128 പോയിന്റാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത്. ഇത് വിവോ X60 Pro Plusനേക്കാളും കുറവാണ്. സാംസങ് 8nm ബേസ് ചെയ്തിട്ടുള്ള 5G റേഡിയോ ഫ്രീക്വൻസി ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ബ്ലാക്ക് വ്യൂ ടാബ് 10 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 10.1 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ മീഡിയാടെക്കിൻ്റെ MTK 8768 എന്ന പ്രോസസ്സറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ടാബിൻ്റെ പിന്നിൽ 13 മെഗാ പിക്സലിൻ്റെ ക്യാമറയും ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 7480 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് $139, അതായത് ഏകദേശം 10,100 രൂപ. കംബോഡിയ, മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ റിയൽമി C25S എന്ന ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഇന്ത്യയിൽ ഇത് 13 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസറായിരുന്നു. പിന്നെ ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് വരുന്നുണ്ട്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 6000 mAhന്റെ ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലെനോവോയിലായിരിക്കും ആദ്യത്തെ സ്നാപ്ഡ്രാഗൺ 895 എന്ന പ്രോസസ്സർ വരിക എന്നാണ് റിപ്പോർട്ട്. ഈ ഫോൺ 2021 ഫോർത്ത് ക്വാർട്ടറിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. ഗൂഗിൾ ഫോൾഡബിൾ ഫോൺ 2021 അവസാനത്തോടെ വന്നേക്കാമെന്നാണ് റിപ്പോർട്ട്. MI 12 എന്ന ഫോണിൽ OLED LTPO ഡിസ്പ്ലേ ആയിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. പിന്നെ ചിലപ്പം ഇതിൽ 200 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്തേക്കാം. ഹോണർ 50യുടെ പുതിയ ഹാൻഡ്സ് ഓൺ ഫോട്ടോയും അതുപോലെ തന്നെ ഹാൻഡ്സ് ഓൺ വീഡിയോയും പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സറായിരിക്കും വരിക. പിന്നെ ഹോണർ 50 Pro എന്ന ഫോണ് ആൻതുതു ബെഞ്ച്മാർക്ക് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 5,25,904 പോയിന്റാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സറായിരിക്കും വരിക. പിന്നെ ഈ ഫോണിൻ്റെ 8GB RAM വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആപ്പിൾ iPhone 13ൻ്റെ ക്യാമറയിൽ പെരിസ്കോപ്പ് സൂം വരുമെന്നാണ് റിപ്പോർട്ട്. ഇതിൽ ബെറ്റർ ആയിട്ടുള്ള ഫോക്കസിങ്ങും അതുപോലെ തന്നെ സുപ്പീരിയർ ആയിട്ടുള്ള ഫേസ് ഐഡിയും വരും. OnePlus Nord എന്ന ഫോൺ ഇന്ത്യയിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. വിവോ Y12Sൻ്റെ ഇന്ത്യയിലെ വില 500 രൂപ കൂടിയിരിക്കുകയാണ്. 9,990 രൂപയുള്ളത് 10,490 രൂപയായിട്ടുണ്ട്. ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ P35 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 13 മെഗാ പിക്സലിലെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAhന്റെ ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. വിവോ Y1Sൻ്റെ 3GB RAM വെർഷൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 6.22 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ വരുന്ന നോച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P35 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 13 മെഗാ പിക്സലിലെ ക്യാമറയും ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 4030 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 9,490 രൂപയാണ്. പിന്നെ ഈ ഫോണിൻ്റെ 2GB RAM വെർഷൻ്റെ വില 500 രൂപ കൂടിയിട്ടുണ്ട്. 7,990 രൂപയുള്ളത് 8,490 രൂപയായിട്ടുണ്ട്. റിയൽമി C21Y എന്ന ഫോണിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻ ലീക്കായിരിക്കുകയാണ്. ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 420 nits ആയിരിക്കും. പിന്നെ ഇതിൽ യൂണി SoC T610 എന്ന പ്രോസസ്സർ വരും. 4GB റാമും 64GB ഇൻറ്റേർണലും വരും. ഫോണിൻ്റെ പിന്നിൽ 13+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരും. ഈ ഫോണിൽ 5000 mAhന്റെ ബാറ്ററി വരും. ഫിംഗർ പ്രിന്റ് സെൻസർ ഫോണിൻ്റെ ബാക്കിലായിരിക്കും വരിക. പിന്നെ ഈ ഫോണിൻ്റെ ബ്ലാക്ക്, ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആയിരിക്കും വരിക. ആദ്യം ഈ ഫോൺ വിയറ്റ്നാമിലായിരിക്കും ലോഞ്ച് ചെയ്യുക. ഷവോമിയുടെ പുതിയൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണും അതുപോലെ തന്നെ MI Pad 5ഉം റേഡിയോ സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ MI Pad 5ൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറായിരിക്കും വരിക. മോട്ടോ G Stylus 5G എന്ന ഫോൺ US-ൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 480 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. ഇതിൽ 5000 mAhന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സ്റ്റൈലസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് $399, അതായത് ഏകദേശം 29,100 രൂപ.
റിയൽമി CMO ഫ്രാൻസിസ് വാങ് ടാബിൻ്റെ പേര് റിയൽമി പാഡ് വേണോ അല്ലെങ്കിൽ റിയൽമി ടാബ് വേണോ എന്ന് ചോദിച്ചിട്ട് ഒരു ട്വീറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ റിയൽമിയുടെ ടാബ് അടുത്ത് തന്നെ വന്നേക്കാം. റിയൽമിയുടെ ലാപ്ടോപ്പിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ടീസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ മാക്ബുക്കിലേതുപോലുള്ള ഫിനിഷാണ് വരുന്നത്. OnePlus 8Tയുടെ ഇന്ത്യയിലെ വില 4000 രൂപ കുറഞ്ഞിരിക്കുകയാണ്. 8GB RAM 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില 42,999 രൂപയുള്ളത് 38,999 രൂപയായിട്ടുണ്ട്. 12GB RAM 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില 45,999 രൂപയുള്ളത് 41,999 രൂപയായിട്ടുണ്ട്. ഈ ഫോണിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48+16+5+2 മെഗാപിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MI 11 Lite 4G എന്ന ഫോൺ ജൂൺ 22 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സർ വരും. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയും വരും. 4250 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. OnePlus Nord 2 എന്ന ഫോണിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻ ലീക്ക് ആയിരിക്കുകയാണ്. 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 1200 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യും. ഫോണിൻ്റെ പിന്നിൽ 50+8+2 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ഇതിൽ സോണി IMX 766ൻ്റെ മെയിൻ ക്യാമറ സെൻസർ വരും. പിന്നെ ഈ ഫോണിൽ 32 മെഗാപിക്സലിലെ സെൽഫി ക്യാമറ വരും. 4500 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക.